പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 60-ാം ദിവസം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കാർക്ക് എഴുതുന്ന 2-ാം ലേഖനം 1-ാം അധ്യായം 4-6 മുതൽ 9 വരെയും 12 തിരുവചന ഭാഗങ്ങൾ. അതിനാൽ നിങ്ങളിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തെയും വിശ്വാസത്തെയും കുറിച്ച് ദൈവത്തിൻ്റെ സഭകളിൽ വെച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട്. കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയ്ക്ക് അനുസൃതം അവൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധമായ വചനങ്ങൾ പൗലോസ്ലീഹ വെളിപ്പെടുത്തുകയാണ്. സുപ്രധാനമായ ദൈവനീതിയെക്കുറിച്ചാണ് സ്ലീഹ ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ യാതനകളിലും ദുരിതങ്ങളിലും നാം പ്രകടിപ്പിക്കുന്ന വിശ്വാസവും സ്ഥൈര്യവും ദൈവത്തിൻ്റെ കൃപയനുഭവിക്കുവാനുള്ള യോഗ്യതയാണെന്ന് സ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവനീതി വെളിപ്പെടുമ്പോൾ നമ്മളുടെ വിശ്വാസത്തെയും സ്ഥൈര്യത്തെയും അവൻ യോഗ്യമായി കരുതും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സഹനങ്ങളുടെയും എല്ലാ വിശ്വാസ പീഡനങ്ങളുടെയും പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ 2-ാം ആഗമനത്തിലൂടെയാണ്. നമ്മുടെ വിശ്വാസ ജീവിതം ഈ ഭൂമിയിൽ നമ്മൾ ചെലവഴിക്കുന്നത് ക്രിസ്തുവിൻ്റെ 2-ാം ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നാം ഇതെല്ലാം സഹിക്കുന്നതും ദുരിതങ്ങൾ അനുഭവിക്കുന്നതും. ആ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് നമ്മൾ സംവഹിക്കപ്പെടുമ്പോൾ നമ്മുടെ വിശ്വാസവും സ്ഥൈര്യവും നമുക്ക് അനുഗ്രഹമായി ഭവിക്കും. ക്രിസ്തുവിൻ്റെ ഈ മഹത്വം സ്വീകരിക്കുവാൻ ദൈവമക്കളായ നാം വിളിക്കപ്പെടുകയും ദൈവനീതി വെളിപ്പെടുകയും ചെയ്യുന്ന സുന്ദരമായ ഒരു സുദിനമാണ് സ്ലീഹ ഇന്ന് വെളിപ്പെടുത്തുക. ക്രിസ്തുവിൻ്റെ പുനരാഗമനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന നമ്മുടെ പ്രാർത്ഥന സഫലമാകും എന്ന് സ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ ലോകമാകുന്ന ജീവിതയാത്രയിൽ നാം നേരിടുന്ന സഹനങ്ങളും പീഡനങ്ങളും വെറുതെ ആവില്ല. അത് നിത്യജീവിതത്തിലേക്കുള്ള നമ്മുടെ ചവിട്ടുപടികളാണെന്ന് സ്ലീഹ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിന് ഉള്ളവർ ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിക്കപ്പെടും. സ്ലീഹ വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വെളിപാടിൻ്റെ ഗ്രന്ഥത്തിൽ ക്രിസ്തു തന്നെ ജീവന്റെ മന്ന നമുക്ക് തരും. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് അവൻ തന്നെ നമുക്ക് ഫലം പറിച്ചു തരികയും നാം അത് ഭക്ഷിക്കുകയും അവനോടൊപ്പം നാം ഒരുമിച്ചിരിക്കുകയും അവൻ്റെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുകയും ചെയ്യും. ക്രിസ്തുവിൻ്റെ ആനന്ദത്തിൽ ഭാഗവാക്കാകുവാൻ നാം
സജ്ജരാക്കപ്പെടും. ഈ വിശുദ്ധമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ലോക ജീവിതത്തിൽ നാം വ്യാപരിക്കുന്നത്. അത് പൂർണ്ണമായും അനുഭവപ്പെടുകയും ചെയ്യും. വലിയ പ്രത്യാശയോടെ, വലിയ വിശ്വാസത്തോടെ, സ്ഥിരതയോടെ നമ്മുടെ ജീവിത സാക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ഈ അനുഭവത്തിലേക്ക് പതുക്കെ പ്രവേശിക്കാം. കൃത്യമായ സാന്ത്വനാനുഭവം ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനങ്ങൾ നമുക്ക് പാലിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്ഥിരതയുടെ ആത്മാവിനെ വർഷിക്കണമേ. അങ്ങയുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങയുടെ വചനം പാലിക്കുവാനും കൃപയുടെ തണലിൽ അങ്ങയുടെ പുനരാഗമനം കാംക്ഷിക്കുവാനും അതുവഴി നിത്യസ്വാന്തനം അനുഭവിക്കുവാനും ഇടയാക്കണമേ. ആമീൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.